It's terrible to be run out when you're batting well. It may happen because of your own fault or because of your partner's mistake. Tobacco harms you when you smoke or someone else smokes around you. Be smart, stay away from tobacco, don't be run out. ഇതാണ് ഞങ്ങളുടെ മെട്രോ സിറ്റി, ആദിനാട്, എൻ്റെ ഗ്രാമം. ആദിദ്രാവിഡ സംസ്കാരത്തിൻ്റെ വട്ടെഴുത്ത്, അതാണ് എൻ്റെ ആദിനാട്. കല, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിലെ പ്രശസ്തരും പ്രതിഭാശാലികളുമായ അനേകം മഹാരഥന്മാർക്ക് ജന്മം കൊടുത്ത എൻ്റെ ആദിനാട്. ഓടനാടിൻ്റെയും ദേശിംഗനാടിൻ്റെയും സാംസ്കാരിക പൈതൃകം ഇഴചേർന്ന എൻ്റെ ആദിനാട്ടിലാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോക മഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനോട് ഉപമിക്കാവുന്ന ഷേഖ് മസ്ജിദും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിൽ പോർച്ചുഗീസ് പള്ളി എന്നറിയപ്പെടുന്ന പണ്ടാരത്തുരുത്ത് ക്രിസ്ത്യൻ പള്ളിയും എൻ്റെ ഈ ആദിനാടിൻ്റെ സ്വകാര്യ സ്വത്താണ്. ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന മാതാ അമൃതാനന്ദമയിയും കേരളക്കരയുടെ മാത്രം സ്വത്തായ കണ്ടർക്കാടും സമുദ്രത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും കടഞ്ഞെടുത്ത അഴീക്കലും എൻ്റെ ആദിനാടിൻ്റെ മാത്രമാണ്. ആദിശക്തികളായ ശക്തികുളങ്ങര അമ്മയും മരുതൂർക്കുളങ്ങര മഹാദേവനും കണ്ടാകർണൻ സ്വാമിയും പനച്ചുമൂട് മസ്ജിദും എൻ്റെ കലാലയവും ഈ നാടിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ചരിത്രമുറങ്ങുന്ന ആദിനാടിൻ്റെ സ്വന്തമാണ് ശ്രീ ആദിനാട് ഗോപിയും ശ്രീ ആദിനാട് ശശിയും തുടങ്ങിയ കലാപ്രതിഭകൾ. നിറശോഭയാർന്ന ഈ ഗ്രാമത്തിൽ നിന്നും വർണ്ണാഭമായ തിരശീലയിലേക്ക് ഞങ്ങൾ ഈ സിനിമ സമർപ്പിക്കുന്നു. Platform number 3. JK has നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. റെയിൽവേ പ്രിയ സിസ്റ്റത്തിൽ പരിചരിക്കുവാൻ വിളിക്കൂ 9567363636. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 56-365 ഗുരുവായൂർ ഇടമൺ പാസഞ്ചർ കായംകുളം.
മോനെ നീ എവിടെ കൊണ്ടുവരാം? അപ്പുറത്ത് വരെ പോകുന്നു. അവിടെ നിന്ന് മോനെ, നീ അവരോടൊന്നും പോയി ചീത്തയാണല്ലടാ. അമ്മയില്ലാതെ അച്ഛൻ വളർത്തിയില്ലടാ. പല ജോലിക്കും എല്ലാം പോടാ മോനെ. ഉപദേശം അത് വേണ്ട. മോനെ അവിടെ നിന്ന് ഇത് കഴിച്ചിട്ട് പോകും. എനിക്ക് വേണ്ട. മച്ചാനെ നീതു ദേ വരുന്നു. ചെല്ലളിയാ ചെന്ന് പൊളിച്ചടുക്കളിയാ. വിദ്യതൻ പൂവടച്ചോട്ടിൽ പൂത്തൊരു മധുര പ്രണയത്തിൻ മാരില് പെൺപിള്ളാരുടെ കൈ കയറി പിടിക്കുന്നോടെ അലവലാതി. നാളിലായി ഹൃദയത്തിൽ മുട്ടിട്ട പ്രണയരാഗം അറിയാതെ ഒഴുകുന്ന പുഴ പോലെ മായാതെ നെഞ്ചിലിന്ന് അടയില്ല മിഴികളും വിരിയാതെ നിന്നുടെ തെളിവാർന്ന നീ എന്ന നിറദീപമേ മായില്ല മറയില്ല അക്ഷരപ്പൊട്ടിന്റെ പിച്ചകൾ വച്ചൊരു തിരുമുറ്റവും അരികില ചേർത്തത് അറിവിന്റെ വീതിയാം ഇടനാഴി തീർത്ത എൻ ഗുരുക്കൾ ഒരു വട്ടമൊന്ന് മടങ്ങുവാൻ കൊതിക്കുന്നു ബാല്യത്തിലോർമതൻ തിരുമുറ്റത്തിൽ ബാല്യത്തിലോർമതൻ മണിമേടയിൽ വിദ്യതൻ പൂവടച്ചോട്ടിൽ പൂത്തൊരു മധുര പ്രണയത്തിൻ മാരില് കുഞ്ഞിളം നാളിലായി ചാവല്യ നാളിലായി ഹൃദയത്തിൽ മുട്ടിട്ട പ്രണയരാഗം ഇവരേത് കാലിനാണ് വണ്ടി എടുത്തുള്ളൂ? വണ്ടി എടുത്ത് മാറടാ. വണ്ടി എടുത്ത് മാറ്റടാ. അവൻ ഇങ്ങോട്ട് വരുന്നു. പോയി പിടിച്ചു മാറടാ. നോക്കട്ടെ. വണ്ടി എടുത്ത് മാറ്റി സാറേ, ഞങ്ങൾക്ക് പോകാനുള്ളതാ. നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്ക് അറിയോടാ? ഞാൻ സെലിബ്രേറ്റ് ചെയ്യടാ, സെലിബ്രേറ്റ്. പോയി വണ്ടി എടുത്ത് മാറ്റാൻ. നീ സെലിബ്രിറ്റിയാണ് എന്നിട്ടാണോ നീ പോക്കർത്തരം കാണിച്ചത്? നീ ഈ ഇട്ടിരിക്കുന്ന ഷഡ്ഡി ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകളുടെ പൈസയാണ്. ഇത് നീ എൻ്റെ പയ്യനെ തല്ലിയതിന്. സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞ് നീ വഴിയെ കണ്ടുപോയേക്കല്ല്. പട്ടി ഷോ കാണിക്കാൻ എടുത്തോണ്ട് പോടാ. നീ വാടാ.
ഇതാണ് റൂബി, നമ്മുടെ കഥയിലെ നായകൻ. പ്രണയം കൊണ്ട് കടലിനും കാടിനുമിടയിൽ പെട്ടുപോയവൻ. ഇത് ചാർലി, ഹാസ്യവും നൊമ്പരവും കൊണ്ട് നമ്മളെ വല്ലാത്ത കോലത്തിലാക്കും, വല്ലാത്ത പഹയൻ. മറ്റൊരു സംഭവം, ഇത് ചന്തു. എല്ലാ വള്ളിയും എടുത്ത് തലയിലിട്ടിട്ട് നൈസായി ഒരു സോറി, അതാണ് പുള്ളി. ഇത് നമ്മുടെ ആന്റണി. വലിയ പ്രകടനമൊന്നുമില്ലെങ്കിലും വല്ലാത്ത ഒരു സംഭവമാണ് പുള്ളി. ഇത് ജോസ്, ഒന്നും പറയുന്നില്ല, കട്ടയ്ക്ക് കൂടെ അങ്ങ് കാണും പുള്ളി. ഹലോ, നിങ്ങളിപ്പോ എവിടെടാ? ഞങ്ങൾ ബീച്ചിലുണ്ട്. പോലീസ് ചെക്ക് പോസ്റ്റ് എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം. ഓക്കെ ഓക്കെ, നമുക്ക് സെറ്റാക്കാം. പട്ടായോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. വൈകുന്നേരത്തേക്കുള്ള വക സെറ്റായിട്ടുണ്ട്. വാടാ, ഒന്നും പറയടാ. ഡേയ്, എന്റെ പൊന്നളിയാ, നീ ആ പെണ്ണിന് സമാധാനം കൊടു. ഇക്ക വിളിച്ചു, അങ്ങോട്ട് പോണം. വാ, വണ്ടി എടുക്ക്. എങ്ങോട്ടാ പോകണ്ടേ? ഫിറോസൊക്കെ വിളിച്ചിരുന്നു, പോലീസുള്ള ഭാഗം ഒന്ന് ഇൻഫോം ചെയ്യാൻ. ആ, പുതിയ ഉടായ്പ്. ഈ പണിക്കൊന്നും ഞാനില്ല, ഞാൻ ഇറങ്ങി പോവുക. ഒന്നും അല്ലെങ്കിൽ ഫിറോസ്ക്കല്ലടാ സെറ്റാക്കി തന്നത്, നീതുനെ. ഓ പിന്നെ, ഇയാൾ പറയാൻ പോലെ. ആ ഫിറോസ്ക്ക, ഇവിടെ കലിപ്പാണ്. വഴിയിൽ ചെക്കിംഗ് ഉണ്ട്. ഓക്കേടാ, അത് ഞാൻ സെറ്റായിക്കോളാം. ആ ഓക്കെ ഓക്കെ. ഫിറോസേ, പണി പാളരുത്. പണി പാളിയ കണ്ണു അടച്ചു വിട്ടേക്കണം. ഓക്കെ, ഡൺ. ആകപ്പാടെ ഒരു കൊടക്കമ്പ് വെള്ളത്തിലേ ഉള്ളൂ. എവിടുന്നാണ് തനിക്ക് ഇത്രയും മൂത്രം? ഇയാളെ ഇനി പൊന്നാനി കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ കേട്ടോ. കാക്കയുടെ സാധനം കുടുങ്ങി തോന്നുന്നു സാറേ. എന്താ പറ്റിയടേ? എന്തുവാ? എന്താ പറ്റി? അത് ശരി, ഒരു പ്ലെയർ കിട്ടുമോ? അതുകൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നില്ല സാറേ. ഇത് വല്ല സാമില് വല്ലതും കൊണ്ടുപോണ്ടി വരും സാറേ. ഇത് പിടിയോടോ. എന്റെ ഹെൽമെറ്റ് എന്താടാ? ഹെൽമെറ്റ് ഒന്നും ഇല്ല സാർ. എന്റെ ലൈസൻസ് ഇങ്ങെടുത്ത്. എന്തായാലും 500 രൂപ പെറ്റി അടച്ചിട്ട് പോകും. ഓക്കെ, ആയിക്കോട്ടെ. എനക്കേ ഹെൽമെറ്റ് വെക്കാൻ വയ്യ അല്ലേ? ഇത് പിടി, മര്യാദയ്ക്ക് ഹെൽമെറ്റ് വെച്ചോണ്ട് പോണം കേട്ടോ. താഴെയല്ലേ ഉള്ളൂ ചെക്കിംഗ്, മോളി ചെക്കിംഗ് ഇല്ലല്ലോ, മണ്ടന്മാർ.
ഇവൻ ഫിറോസ്. കൊച്ചു കൊച്ചു ഡ്രഗ്സ് കടത്തി ജീവിച്ച് കൂട്ടുകാർക്ക് വേണ്ടി ലൈഫ് കോഞ്ഞാട്ടയാക്കിയവൻ. ഏതാടാ ഈ പരലുകൾ? ഇതാ മക്കളെ ന്യൂ ജനറേഷൻ പിള്ളേർ. ഗുഡ് ഗേൾ ആൻഡ് ഗുഡ് ബോയ്. കണ്ടു പഠിക്കടാ. ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാതെ വല്ലപ്പോഴും ഒക്കെ ഇത് പൊടി തട്ടി വെക്ക്. ഞാനൊന്നും പൊടി കെട്ടി വെക്കാറുണ്ട്. അളിയ, നമ്മുടെ മറ്റേ കേസ് വിളിച്ചിരുന്നു. ആര്? നമ്മുടെ സോഫി അളിയ. അവള് എന്തോ ഫംഗ്ഷനായിട്ട് ഇവിടെ വരിക. കല്യാണമാണെന്ന് തോന്നുന്നു. പൊക്കിയാലോ? പടച്ചോനെ, എന്താണാവോ പുതിയ കുരിശു? ഓ വിളിക്കടാ, പൊളിച്ചടുക്ക. വിട്ടുപിടി. ഇമാതിരി കേസ് കൊണ്ട് നടന്നാലുണ്ടല്ലോ നിന്റെയൊക്കെ തോക്കി ഞാൻ തന്നെ പൊട്ടി. രാവിലത്തെ ചെലവെന്തേ? ഞാനതങ്ങ് മറന്നു. എന്താടാ, നിങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചോ പോരെ. പിന്നെ എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. എനിക്ക് കുറച്ച് കാശ് വേണം. നിനക്കെന്തിനാടാ കാശ്? അത് നാളെ സോഫി വരില്ലേ, അവൾക്ക് കൊടുക്കാനാ. ഓടാ. ഓക്കെ ശരി, ഞാൻ വിളിച്ചോളാം. കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, നീ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ വിളിച്ചോളാം. ഓക്കെ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. അളിയ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. നിങ്ങൾ സാധനം എടുത്ത് പൊയ്ക്കോളി. ഓക്കെ. എന്താടാ അവന്? എങ്ങോട്ടാ? അതെ, മറ്റേ അവളെങ്ങാനും വിളിച്ചു കാണാം. അങ്ങനെ പോകുന്നതാ. പോട്ട്. ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാം. നീ പോയി സാധനം എടുത്തിട്ട് വാ. ഞാനിവിടെ കാണാൻ നിൽക്കാം. ഹലോ. സോഫി, പറയടി സോഫി. നമുക്ക് ഒന്ന് കൂടണ്ടേ? ഇതെന്താ, രണ്ടല്ലേ കിട്ടിയുള്ളോ? ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സോഫി വിളിച്ചു, നമുക്ക് പൊളിക്കാം. പോരെ? അപ്പൊ പൈസയോ? അത് നമുക്ക് ഫിറോസ്ക്ക് തരൂല്ലേ? പിന്നെന്താ വേണ്ടേ? ഇതിങ്ങിതാ, ഈ കുപ്പി എനിക്ക് വേണം. വാ, നമുക്ക് പോവാം. ഹലോ. റൂബി, പറയടാ. നിങ്ങളെവിടാ? അതല്ലേക്ക, കട്ട സീനായി. എന്താടാ? നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഞാൻ ബീച്ചില്. അല്ലാതെ പോവാൻ. ശരി, ഞാൻ വന്നിട്ട് പറയാം. നീ അറിഞ്ഞോ, മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. എന്താടാ? വാ, പറയട്ടെ. നീ ഇത്രയൊക്കെ ഉള്ളൂ? നിനക്കെന്തു പറ്റും? വാ, പറ. എന്താ പ്രശ്നം? പറ. എന്താന്ന് വെച്ചാ പറയടാ. നീതു നിഴലായി വീണ വഴികളിൽ നീ വരുമോ? കുളിരായി എന്നെ തഴുകിടാ ഈ പ്രണയം. നിഴലായി വീണ വഴികളിൽ നീ വരുമോ? കലിപ്പിലാണല്ലോ.
എന്താ കാണണമെന്ന് പറഞ്ഞത് അത്യാവശ്യമായിട്ട്? റൂബി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പപ്പ എനിക്കൊരു പ്രപ്പോസൽസ് നോക്കുന്ന കാര്യം. നാളെ എൻ്റെ എൻഗേജ്മെൻ്റാണ് റൂബി. അതും ഞാൻ പോലും അറിയാതെ പപ്പ അവർക്ക് വാക്ക് കൊടുത്തേക്കുന്നത്. വീട്ടിലാണെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളുമായി. എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിനക്കറിയാലോ, ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചു പോയതാ. സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞത് നിൻ്റെ അടുത്തുനിന്നാ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റത്തില്ല റൂബി. എനിക്ക് വീടും ജോലിയൊന്നും സെറ്റായിട്ടില്ലടാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? ഞാൻ തരാം. പക്ഷെ ആശ തന്നിട്ട് എന്നെ വേറൊരാടെ കയ്യിലേൽപ്പിക്കാനാണെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ കാണത്തില്ല. ഒരു തെന്നലായി ജീവനായി ഒഴുകി ഒഴുകി വരൂ, തഴുകി ഒഴുകി വരൂ. ആദ്യമായി കണ്ട നാൾ അറിയാതെ നീ അനുരാഗമായി. ആദ്യമായി കണ്ട നാൾ അറിയാതെ നീ അനുരാഗമായി. ഇതൾ വിരിയുമീ നിമിഷങ്ങളിൽ അതിലോലമായി നിറയും എൻ മോഹമേ, എൻ രാഗമേ, എൻ ഭാവമേ, എൻ താളമേ. എന്തൊക്കെയായിരുന്നു ഷാജഹാന്, താജ്മഹാള്, മുംതാസ്. അവിടെയൊക്കെ ആദ്യ രാത്രി ഇങ്ങനെ കഴിഞ്ഞിട്ട് പോരായിരുന്നു. റൂബി വേണ്ട വേണ്ടടാ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അച്ചായ വണ്ടി എന്തിനാന്ന് ചോദിച്ചാല് ചളവാക്കല്ലേ. നീ എവിടെ ഇരിക്കും? ஐயா சாமி தூங்கி இருப்பாரோ? வந்துட்டாரு வந்துட்டாரு வந்துட்டாரு. வணக்கம் ஐயா. யார் இது? ஃபிரோஸா? எப்படி இருக்க? சௌக்கியமா? വണക്കം അച്ചായ. வணக்கம் ஐயா. അച്ചായ ഒരു ഹെൽപ്പ് വേണം. சொல்லு ஃபிரோஸ், உனக்கு என்ன வேணும்? നാളെ ഒരു ഫ്രണ്ടിന്റെ വെഡിങ് ഉണ്ടായിരുന്നു. അച്ചായൻ്റെ കാറൊന്ന് വേണം. വൈകിട്ടങ്ങ് തിരിച്ചു തരാം. அப்படியா? சரி சரி. எனக்கு குழந்தைய மாதிரி 2 நாளுக்கு அப்புறம் காலேஜ் போகணும். எனக்கு கண்டிப்பாக வண்டி வேணும். உங்கள் ஆവശ്யம் முடிஞ்சதுக்கப்புறம் கண்டிப்பாக எங்கே ராവിലെ വണ്ടി വേണം. ഒരു നാളേക്ക് 2000 രൂപ. വണ്ടി വിലക്കാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ ശരി. ആണ്ടവാ. അച്ചായൻ സെറ്റ്. ഇന്ന തമ്പി. താങ്ക്സ് അച്ചായ. ഓക്കെ. ரொம்ப தேங்க்ஸ். கடவுள் காப்பாத்துக்கோ. അച്ചായനെ ഇവന് വരുന്നോ? അവനെ എവിടെയും ഇറക്കി വിടാം. അടിപൊളി വണ്ടി,
അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. ഏതെങ്കിലും ഒരു അമ്മായിയപ്പത്തിനെ പറ്റിച്ചിട്ടാണ് എനിക്കൊരു വണ്ടി വാങ്ങിക്കാൻ. ആ ഒത്ത് അങ്ങ് ചെന്നാ മതി, പൊടി പിടിച്ച് തോക്കം കൊണ്ട്. നീ പറഞ്ഞത് ശരിയാ. ഒന്നുകിൽ ഇച്ച് മണം, അല്ലെങ്കിൽ ഇച്ച് കോണം. പിന്നെ എന്തിനാടാ നിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ചേട്ടാ, ഒരു 6 ചായ ഇങ്ങനെ. ഇക്ക, നാളെ എന്താ പ്ലാൻ? ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. നീ അങ്ങോട്ട് പോയിക്കും. വണ്ടി ഞാൻ കൊണ്ടുപോവാം. നമുക്ക് ബീച്ച് വെച്ചാണ്. ഓക്കെ, ശരി അക്ക. എന്നാ വിട്ടോ. தொந்தரவு தொந்தரவு அம்மே தொந்தரவு, அம்மம்மே தொந்தரவு, அம்மே தொந்தரவு, அம்மே தொந்தரவு, தொந்தரவு தொந்தரவு, அம்மே தொந்தரவு, அம்மம்மே தொந்தரவு, அம்மே தொந்தரவு, அம்மே தொந்தரவு, அம்மே தொந்தரவு. പിടിച്ചതെല്ലാം ഗുരുമാല്, തൊടുത്തതെല്ലാം ബഹുഗോള്, കടുപ്പമാണേ ഇക്കോള്. അമ്മേ ഗുരുമാല്, അമ്മമ്മേ പുലിവാല്. പിടിച്ചതെല്ലാം ഗുരുമാല്, തൊടുത്തതെല്ലാം ബഹുഗോള്, കടുപ്പമാണേ ഇക്കോള്. അമ്മേ ഗുരുമാല്, അമ്മമ്മേ പുലിവാല്, അമ്മേ പുലിവാല്. തൊന്തരവ് തൊന്തരവ്, അമ്മേ തൊന്തരവ്, അമ്മമ്മേ തൊന്തരവ്, അമ്മേ തൊന്തരവ്, തൊന്തരവ് തൊന്തരവ്, അമ്മേ തൊന്തരവ്, അമ്മമ്മേ തൊന്തരവ്, അമ്മേ തൊന്തരവ്. കണ്ണും കെട്ടിക്കാതും കെട്ടിക്കോലം കെട്ടിക്കൊണ്ടൊരു നാടകമോ, അമ്മമ്മോ വല്ലാത്തൊരു തൊന്തരവ്. കണ്ണും കെട്ടിക്കാതും കെട്ടിക്കോലം കെട്ടിക്കൊണ്ടൊരു നാടകമോ, അമ്മമ്മോ വല്ലാത്തൊരു തൊന്തരവ്. നാടകമാടി ജീവിതമാടി ഞങ്ങൾ പാടുന്നേ, തേരാ പാരാ പൂരാ തേരാ ഞങ്ങൾ പാടുന്നേ. നാടകമാടി ജീവിതമാടി ഞങ്ങൾ പാടുന്നേ, തേരാ പാരാ പൂരാ തേരാ ഞങ്ങൾ പാടുന്നേ. നല്ലൊരു നെട്ടോട്ടക്കൂട്ടം ഞങ്ങൾ നെട്ടോട്ടക്കൂട്ടം, വല്ലാത്തൊരു തേരോട്ടപ്പാച്ചിൽ ഞങ്ങൾ ജീവിതമാടുന്നു, ഞങ്ങൾ ജീവിതമാടുന്നു. തൊന്തരവ് തൊന്തരവ്, അമ്മേ തൊന്തരവ്, അമ്മമ്മേ തൊന്തരവ്, അമ്മേ തൊന്തരവ്, തൊന്തരവ് തൊന്തരവ്, അമ്മേ തൊന്തരവ്, അമ്മമ്മേ തൊന്തരവ്, അമ്മേ തൊന്തരവ്, അമ്മേ തൊന്തരവ്, അമ്മേ തൊന്തരവ്. മാഷന്തി വാ. ആ മാഷിരി, ഇതെന്തൊക്കെയാ കേൾക്കുന്ന മാഷേ? എന്താ സംഭവിച്ചേ? ഇല്ല, അമ്മയില്ല വളർന്ന കുട്ടിയാ സാറേ. അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സാറേ, അവളെ നന്നായി നോക്കുന്ന എനിക്ക് വിശ്വാസമുള്ളവരെ കണ്ടെത്തി അവളുടെ ജീവിതം സേഫ് ആക്കാമെന്ന് കരുതി. എനിക്ക് തെറ്റ് സാറേ. അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
കേസിന് പഴക്കിലൊന്നും പോകണ്ട സാറേ. എനിക്ക് പരാതിയില്ല. അവൾ നന്നായി ജീവിച്ചാൽ മതി, അത് മാത്രം മതി. എനിക്ക് പരാതിയില്ല സാറേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ലീഗലി ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളും തിരി പോലീസിനെതിരെ. ഈ വീട്ടിൽ CCTV ഉണ്ടോ? നോക്കടോ. എന്നാ പിന്നെ നിങ്ങൾ കിടന്നു, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. പാടോ. ഇക്ക, ഇത് വള്ളി കേസ് കേട്ടാ, പിടിച്ചാ നാറും. കളഞ്ഞിട്ട് പോകാൻ നോക്ക്. നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. ഒന്ന് പോടാവേ. അയ്യോ മാന്യൻ. പോസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോ എന്റെ പാട്ടിന് പോയേനെ. ഞങ്ങളും കുറച്ചുപേരായി ഇവിടെ വന്ന് നിന്നിട്ട്. അവന്മാര് ഭയങ്കര കലിപ്പില്ല, ഒന്നും മിണ്ടണ്ട. ഓ, സെറ്റപ്പ് പേരുണ്ടായിരുന്നുവല്ലോ. ചുമ്മാ അതല്ല താമസിച്ചേ. ഡേയ്, ഈ പെണ്ണിനോട് ചുമ്മാ ഇരിക്കാൻ പറ, നാവടക്കാൻ പറ. എന്തായാലും കൊള്ളാം, ഒരാളല്ലേ ഉള്ളൂ. എനിക്ക് 6 മണിക്ക് മുൻപേ പോണം. ഇവിടെ ഇന്ന് ഞാൻ റൂബി, എന്താ ഇത്? റൂബി, ഞാൻ ചെയ്തത് തെറ്റല്ലേ? അച്ഛൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും. താൻ വിഷമിക്കണ്ടോ, ശരിയാകും. മക്കളെ, പ്രേമം സത്യമുള്ളതാണ്. നിങ്ങളുടെ പ്രേമം പവിത്രമുള്ളതാണെങ്കിൽ അത് വിജയിച്ചിരിക്കും. ഗോഡ് ബ്ലസ് യു. ഹലോ, ജോസ് അല്ലേ? ആമാ, അച്ഛൻ എന്താ പേசுற? എന്നാ വിഷയം? சொல்லுங்க. KL01AA 2000 നിങ്ങളുടെ വണ്ടിയല്ലേ? ആമാ, എന്നാ വിഷയം? ഒരു മാൻ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. എന്താ ചുമ്മാ കിടന്ന് കാർന്ന്? ஸ்டேஷனுக்கு கால் வந்துடா. என்ன மான் மிஸ்ஸிங் மட்டும் சொல்கிறேன். മാൻ മിസ്സിംഗ്? ஆமா. ഓ അച്ഛൻ വിളിക്കും. പറ അച്ഛാ. டேய், திருட்டு மூஞ்சி, எங்க வண்டி? അച്ഛാ, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. சொல்லடா. ഓ, നീ സംസാരിക്കും. 1 மணிக்கு டைம் தரும். வண்டி இங்க இருக்கணும், இல்லைன்னா சீவிடுவேன் നായേ. വാക്ക് പറഞ്ഞിട്ടല്ലേ വണ്ടി എടുത്തത്. വണ്ടി നാളെ രാവിലെ തരാൻ പറ്റൂ. തനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ താൻ ചെയ്. ഒക്കെ വണ്ടി എടുക്കുക, പിന്നല്ലാതെ. സാറേ, ആ വണ്ടിയുടെ ഓണർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. വണക്കം അയ്യാ. ആ, വണക്കം. KL08AA 2000 വണ്ടി നിങ്ങളുടെ അല്ലേ? അപ്പൊ പറ, ആ പെങ്കൊച്ചവിടെ? കടവളെ പൊണ്ണാ, தெரியாது സാർ. സാറേ, ഞാൻ പറയാം. അപ്പച്ചനൊന്നും അറിയത്തില്ല. അപ്പച്ചൻ വണ്ടി ഒന്ന് റെന്റിന് കൊടുത്തു, അത്രേ ഉള്ളൂ. കടവൾ സത്യം സാർ, ബാക്കി ഒന്നും എനിക്ക് தெரியாது. ഓഹോ, അങ്ങനെയാണ് കാര്യം. വന്നിരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ വണ്ടി മിസ്യൂസ് ചെയ്തെന്നൊരു പരാതി ഇങ്ങ് എഴുത്ത. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ വിട്ടോ. ഓക്കെ. ഇവരെ ഒന്നൊരു കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കും. യെസ് സാർ. അച്ചായ, என்ன சார்? വണ്ടിയിൽ GPS ഫംഗ്ഷനിങ് ഇല്ലേ? ஆமா. ആ വണ്ടിയുടെ GPS റൂട്ട് മാപ്പ് ഒന്ന് ട്രേസ് ചെയ്യണം. യെസ് സാർ.
അപ്പച്ചനവന്മാരെ ഒന്ന് വിളിച്ചേ. ചായ വിളിക്കുന്നു. പറയച്ചേ. എങ്ങടാ വണ്ടി? എങ്ങടാ വണ്ടി? പുണ്ട മക്കളെ, സ്റ്റേഷനിലേക്ക് ഞാൻ പരാതി കൊടുക്കാൻ. അപ്പച്ചാ ഞാൻ പറയാം. പന്ന പുന്നാര മക്കളെ, വണ്ടി GPS ഉണ്ടായിരുന്നു. നീയൊക്കെ ഏത് കോപ്പി പോയി വിളിച്ചാലും പോലീസ് പൊക്കിയിരിക്കും, കേട്ടോടാ. കഴിഞ്ഞല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അച്ചായ കൊണ്ട് കേസ് കൊടുത്തു. വണ്ടിയിൽ GPS ഉണ്ടായിരുന്നു. GPS പണി പാളി വെക്കാം. ഫിറോസിക്ക് എന്ത് കേസിന്റെ കാര്യം പറയുന്നേ? പോലീസോ? ഹേയ് ഒന്നില്ലടോ. ആ മൊബൈൽ ഇങ്ങ് തന്നെ. സാറ് പറഞ്ഞിട്ടാ ഈ മൊബൈൽ വണ്ടിയുടെ GPS ആയിട്ട് കണക്റ്റഡ് അല്ലേ? പണിയെ കാണിച്ചേ? എന്തിനാ ഈ പട്ടിക്കാട്ടി കൊണ്ട് നിർത്തിയത്? ചെല്ലടാ, ചെന്ന് കേറിക്കൊടു. നാളെ പത്രത്തിൽ നിന്റെയൊക്കെ ഫോട്ടോ വരും. പോല് എനിക്കിന് കാശുതാ, ഞാൻ പോട്ടെ. ഇപ്പൊ തന്നെ 5 മണി. എന്നെ അങ്ങ് കൊണ്ടുവിട്, അല്ല ഞാൻ അങ്ങ് പോവേ. ചെല്ല്, ചെന്ന് കേറിക്കൊടു. കൊടും കാടാ പെണ്ണെ, വല്ല പുലിയുടെ വായിലും ചെന്ന് പെടും. പോടാ. ഒന്ന് പോയി വിളിച്ചോണ്ട് വിടാ ആ ശവത്തെ. നിക്ക്, നീ നിക്കടി. വാ, ഇങ്ങോട്ട് വാ. വിടടോ. ഏത് സമയത്താണോ? ഏതടാ ഈ പട്ടിക്കാട്? നമുക്ക് ചോദിക്കാം. ഇറങ്ങ. അതെ, എന്താ ഇപ്പൊ ഇവിടെ? ഈ പട്ടിക്കാട്ടിലാണോ പരിപാടി? അത് ശരി. നിങ്ങൾ മിനിറ്റ് ഡ്രസ്സ് മറന്നല്ലോ. നിങ്ങളുടെ വണ്ടി എന്താ, ഡ്രസ് ഷോപ്പോ? പിറകിലോട്ട് നോക്കടാ.
കഴിഞ്ഞല്ലോ നിന്റെ കഴപ്പ്. അച്ചായ കൊണ്ട് കേസ് കൊടുത്തു. പൗലോ திருட்டு பயலே எங்கிட்டக்கு நீ விளையாடுங்களா? ചാക്കോ, വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, റിപ്പോർട്ട് എഴുതണം, എന്നിട്ട് ഇയാൾക്ക് വിട്ടുകൊടുക്കണം. താനൂടെ ചെല്ല്. സാറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ. ആഹാ, സെറ്റപ്പ് വേറെ ഉണ്ടായിരുന്നാ? തമ്പുരാട്ടി ഒന്നിറങ്ങിയാലും ഇങ്ങോട്ട് ഇറങ്ങണേ. അയ്യോ സാറേ, ആ കുട്ടി ഒരു പാവാ. വഴിക്കൂടെ പോയി ഞാൻ ലിഫ്റ്റ് കൊടുത്തയാ. അയ്യോ, മോള് പോണ്ട, അവിടെ നിന്നോ. ഡേയ്, യവന്മാര് പൊളിയാണല്ലോ. നീ ചാനൽ അടുത്തൊക്കെ സ്റ്റേഷനിലോട്ട് വരാൻ പറ. ശരി സാർ. സാറേ സീനാക്ക് സാർ. വണ്ടി മിസ്യൂസ്, തട്ടിക്കൊണ്ട് പോകൽ, സെറ്റപ്പ്. ആരുടെ ഐഡിയ? കള്ളപ്പന്നികളെ. സാർ, അവർക്കൊരു അബദ്ധം പറ്റിയതാ. വണ്ടി എടുത്തോണ്ട് പോടാ. എടോ, അവന്മാരെ പിടിച്ച് വണ്ടി കയറ്റ്. ആ വണ്ടി എടുത്തോ. നടക്കടാ. കുറെ എണ്ണത്തിന് അതിൽ കയറ്റ്. നടക്ക്, അങ്ങോട്ട് കയറടാ. സീനാവോ? സാറേ, എന്തേലും ഒരു അഡ്ജസ്റ്റ്മെന്റ് സാറേ. പിള്ളേരുടെ ഭാവി പോണതാ. വേണ്ട പോലെ ഞാൻ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? സാർ എസ്ഐയോട് പറഞ്ഞെന്തെങ്കിലും ചെറുതായിട്ട് വേണ്ട പോലെ. സാറിനോട് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഇവിടെ ഇരിക്കും. സാറേ, ഒരു മിനിറ്റ്. എന്താടോ? ഞാനൊന്ന് എറിഞ്ഞിട്ടിട്ടുണ്ട്. ഒന്ന് കയറ്റിപ്പിടി സാറേ, കിട്ടും. അവന്മാരിങ്ങി വിളി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്ത് വേണം? സംഗതി പെണ്ണ് കേസാ. 4-5 ഭാവി പോകുന്ന കേസാ. എന്ത് വേണോടാ? സാറേ, പാവങ്ങളാ സാറേ. ഒരബദ്ധം പറ്റിയതാ. സാറൊന്ന് കണ്ണടക്കുകയാണെങ്കിൽ വേണ്ട പോലെ എല്ലാം ചെയ്യാം. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്നാ എന്റെ സാറ് പറ. എന്നാ ഓക്കെ സാറേ, ശരി. എന്താ കസി?
ഇത് പെണ്ണ് കേസാ. ആ എസ് ഐ ചോദിച്ചത് 5 ലക്ഷം രൂപയാ. അന്നേ പറഞ്ഞതാ ഇത് വേണ്ടെന്ന്. 5 ലക്ഷോ? സോറിക്ക, ഇങ്ങനെ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. പറ ബോസേ. ഓക്കെ ഓക്കെ ഓക്കെ. ആരെയൊക്കെ വിളിച്ചത്? ബോസാണ്. ഇന്നൊരു പണിയുണ്ട്. ബെസ്റ്റ്. ഉപ്പ് ഉമ്പി, മുളക് ഉമ്പി, അരിയൊട്ട് വെന്തൂല്ല. അയ്യോ വേണ്ടാ, എസ് ഐക്ക് 5 ലക്ഷം രൂപ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ഫോട്ടോ പേപ്പറിൽ വരും. റൂബി, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ? എന്തൊരു തണുപ്പാക്ക. ഓർമ്മ ഒഴിക്കട്ടെ. പെണ്ണിന്റെ അവസ്ഥ നോക്കണേ. ഇന്നലെ വരെ പട്ടുമെത്ത, ഇന്നാണെങ്കിലോ വെറും പട്ടിമെത്ത. അയ്യോ, എന്തായത്? എന്തായി കാണിച്ചേ? പടാ, ക്ഷമിക്കണ്ട, ഫുഡ് കഴിക്കേ. ഞാനൊരു കാര്യം പറയാം. എന്നെ നാളെ രാവിലെ വിട്ടേ പറ്റൂ. എന്റെ പൊന്നു സോഫി, നീ ഇപ്പൊ ഫുഡ് കഴിക്ക. ഒന്നടങ്ങന്റെ സർലേ, അങ്ങനങ്ങ് വിടാനല്ലല്ലോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. ഈ പട്ടിക്കാട് ഞാനൊരു മണിയറയാക്കും.
ആന്റണി, ഈ മൂടൊന്നും മാറ്റാനായിട്ട് ഒരു സാധനം ഇറക്കടാ. കുഴപ്പമാവോ? ശ്രമിച്ചു നോക്കാം. എടാ തുരപ്പാ, മാറിയോ? എന്തുവാടാ? അയ്യടാ, ഒറ്റയ്ക്ക് തിന്നണ്ട, നമുക്കും വേണം. മോളെ നേരത്തെ മുള്ളിക്കൂടായിരുന്നു. മുള്ളു എന്തോന്നു മഴയാ? എന്തൊരു മഴ ഇത്! പമ്പ എന്തൊരു വാട! നീതു
എന്താ? വല്ലാത്ത വയറുവേദന. ബാത്റൂമിൽ വരെ പോണം. റൂബി, റൂബി, സോഫിക്ക് ബാത്റൂമിൽ പോണം. സോഫിക്ക്. പടച്ചോനെ, ഈ സമയത്തോ? ബാത്റൂമിൽ പോകാൻ പറ്റിയ സമയം? പൊയ്ക്കൂടെ? പറയണോ? എൻ്റെ ഒരു ഗതികേടെ. ഇക്ക, സെറ്റപ്പിന് ബാത്റൂമിൽ പോണോന്ന്. നീ ഒന്ന് ആ പെണ്ണ് അപ്പിടണമെന്ന് എവിടെ കൊണ്ടുപോകും? പൊക്കൂടെ, വിശാലമായി കിടക്കുമല്ലേ. ആ ബെസ്റ്റ്. ഇവിടെയും പറ്റത്തില്ല, ദൂരെങ്ങാനും കൊണ്ടുപോകണം. എനിക്കൊന്നും വയ്യടേ. എനിക്കും വയ്യ. ഡാ നിനക്കിത് വരണം. ഊശുകാരനെ കൊണ്ടുപോ. കൂടാ ചന്ദൂരോട് വിളിച്ചോ. ചെല്ല് ചെല്ലടാ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നു. എന്ത് ഗതികരാടേ ഇത്. ഇവക്ക് വീട്ടിൽ പോയി തൂറിയപ്പോ. ചിലപ്പോ സെറ്റാവും. ഹലോ, അതെ അങ്ങോട്ട് പോയി. പിന്നെ അതെ, അത്യാവശ്യമാണോ? നമ്മളെല്ലാരും ഉടനെ എങ്ങും പോവും. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് പോരെ? അവിടെ ഒന്ന് ബ്ലോക്ക്ഡാവോ? ഒന്ന് പോടോ. അങ്ങോട്ട് പോ. അങ്ങോട്ട്. എന്ത് കാടേ, നിന്റെ ഉരുപ്പിടിയല്ലേ? അതെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? അങ്ങോട്ട്. എന്ത് ഗതികേടായത്. നേരം വെളുത്ത. അതെ, അത്യാവശ്യമാണെങ്കിൽ ആ പൊത്തിനകണം പോയിരുന്നു. അതാവുമ്പോ കുഴപ്പമില്ല. ഉണ്ടി കേടാ. ഓഹോ, സോറിക്ക. ദാഹം സഹിക്കാക്ക, പക്ഷെ നാറ്റം സഹിക്കാൻ പറ്റൂലക്ക. വന്നിട്ട് പറയാം. എന്ത് വാടാ ഇത്? വന്നിട്ട് പറയാം. എന്തുവാടേ? ഒരു പെണ്ണിനെ കണ്ടപ്പോ അയ്യോ, പിടി എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാ. അയ്യോ, അത് കളഞ്ഞ. ഇപ്പൊ എന്ത് ചെയ്യും? വല്ല പുഴയെങ്ങാനും എടുത്തോണ്ടോ നോക്കാം. വെള്ളം എടുത്തോണ്ട് വരാം. വാ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്താ ഒരു ശബ്ദം? കമ്പം പൊട്ടിക്കുന്ന സൗണ്ട് ആണോ? പള്ളി പെരുന്നാളുണ്ടോ ഈ കാട്ടിലാണോടാ പള്ളി പെരുന്നാള്? പറ. ഒന്ന് പോടാർക്ക. പിന്നെ എന്റെ സ്വന്തം പെറ്റ തള്ളയ്ക്ക് ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുത്തിട്ടില്ല. ഗതികേട്. പിടിയടാ. ഇപ്പൊ മനസ്സിലായില്ലേ? അത് പള്ളിക്കമ്പോ അല്ല, അവിടെ കമ്പമായിരുന്നു. പിടി. മൊത്തം തീർക്കല്ലേ, എനിക്കും എന്തോ ഒരു ഇത്. ബോസ്, പറ ബോസേ. ഓക്കെ ഞാൻ എത്തിക്കോളാം. ഓക്കെ ശരി ഓക്കെ. ഇക്ക, ഇവിടെ കണ്ട് പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കമ്പം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടു. ഓടേ, കാട്ടില്ലാന്നൂടാ പള്ളി. ഞാൻ കേട്ടതാ. ആണ്ടി ഇവരും കേട്ടതാ. അല്ലേടാ? അല്ലേ? ആന്റണി, നീ ഇനി വന്നേ. നീ സോഫിയും നീതുവിനെയും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് സ്റ്റേഷനിലോട്ട് വിട്ടു. ബോസ് വിളിച്ചിരുന്നു. ഇന്നൊരു പണിയുണ്ട്. അതിനുശേഷം നീ ബീച്ചിലോട്ട് വാ. ശരി.
സംഭവം സീരിയസ് മാറ്ററാ. ഗണേശ വിഗ്രഹം ഓപ്പറേഷൻ സക്സസ് ആയാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാവും. ഓക്കെ ഓക്കെ ഡൺ. ഇത്രയും നാളും ദൈവത്തെ നമ്മൾ തപ്പി നടന്നു. ഇപ്പം ദൈവം നമ്മുടെ കയ്യിൽ. ഇനി നമ്മുടെ സമയം. എടാ ഗണേശൻ പണി നന്നു. പൗലോസിന്റെ റോഡിൽ എനിക്ക് എത്ര വലിയ വിഗ്രഹം സേഫാണ്. ഇങ്ങനെ ബോസ് വണ്ടി വേഗം റിവേഴ്സ് തന്നെയൊക്കെ ആരോടും സർവീസിലിട്ട് കാശ് കൊടുത്ത് കയറിയല്ലോ സാറേ. PSC വിളിച്ച് കയറിയതാ. ജീവിച്ചു പൊക്കട്ടെ. ചേലായിലൊരു ഡ്രൈവർ ആൾദി മൊബൈൽ സെലർ ബീച്ച് റോഡ് വഴി മഹേന്ദ്രത്താർ 6636 വാഹനം കടന്നു പോയിട്ടുണ്ട്. അതിനെ ട്രേസ് ചെയ്യണം. ഓക്കെ. ബോസേ, പോലീസ് ചെക്കിംഗ് ഉണ്ട്. സാധനം സേഫ് അല്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്തായാലും ബോസിനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. ഓക്കെ. പണിയൊക്കെ പണിയില്ല. ഫിറോസിനെ പോലീസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഹലോ ബോസേ, ഫിറോസ് സ്കെച്ചായല്ലോ. സാധനം ഇല്ല. ഫിറോസിനെ കൊന്നാലും വേണ്ടില്ല, ഗണേശ വിഗ്രഹം കിട്ടണം. ഫിറോസ്, നീ ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഞാനിവിടെ അഴിക്കൽ ബീച്ചിന്റെ പാലം താഴെ. നീ എവിടെ ഉണ്ടോ? എന്നാ പിന്നെ നീ എവിടെ നിൽക്ക്. വണ്ടി എടുക്കട്ടെ. ഗണേശനോട് എടുത്തു കൊടുക്കടാ. വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. ഗണേശ
വിടരവേ മാഞ്ഞുവോ സോറി, ഐ ആം ഹെൽപ്ലെസ്. കരളകം പിടഞ്ഞുവോ വിടരവേ മാഞ്ഞുവോ കരളകം പിടഞ്ഞുവോ ഉദയമായി ദിനകരൻ തെളിയുമോ നിറദീപമായി കനലുകൾ എരിയുമീ വഴികളിൽ തുണയേകിടാൻ ആരിനി വന്നിടും ഇരുളിൻ മറകൾ നീക്കിടാൻ വിടരവേ മാഞ്ഞുവോ കരളകം പിടഞ്ഞുവോ ഉദയമായി ദിനകരൻ തെളിയുമോ നിറദീപമായി കടലും കാറ്റും കണ്ടു തളർന്നൊരു ജീവിതയാത്രകളിൽ കരയും നെഞ്ചും കൂടിനുള്ളിൽ നൊമ്പരമേറുന്നു. കടലും കാറ്റും കണ്ടു തളർന്നൊരു ജീവിതയാത്രകളിൽ കരയും നെഞ്ചും കൂടിനുള്ളിൽ നൊമ്പരമേറുന്നു. കനവും നിറവും നിമമറയാതൻ മനസ്സിൽ വിറയുന്നു. കനലുകൾ എരിയുമീ വഴികളിൽ തുണയേകിടാൻ ആരിനി വന്നിടും ഇരുളിൻ മറകൾ നീക്കിടാൻ വിടരവേ മാഞ്ഞുവോ കരളകം പിടഞ്ഞുവോ ഉദയമായി ദിനകരൻ തെളിയുമോ നിറദീപമായി വഴിമറന്നൊഴുകും ജീവിത തോണിയിൽ മറുകരയാണങ്ങിടുമോ പിഴവുകളേറും ജീവിതവനിയിൽ പുതുവസന്തം വരുമോ വഴിമറന്നൊഴുകും ജീവിത തോണി മറുകരയാണങ്ങിടുമോ പിഴവുകളേറും ജീവിതവനിയിൽ പുതുവസന്തം വരുമോ കഥനം മൂടും വിജനതയിൽ ഒരു തിരിനാളം തരുമോ സാർ, സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാർ? സംശയകരമായ സാഹചര്യത്തിലാണ് ഫിറോസ് അടക്കം 4 പ്രതികളെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ പോലീസിനെ കണ്ട് വെട്ടിച്ചു കിടന്ന ഫിറോസിനെയും ടീമിനെയും പിന്നീട് ഞങ്ങൾ കണ്ടെത്തുമ്പോൾ വൻ മാഫിയ സംഘമായ ഇമ്രാൻഖാന്റെ ടീമുമായിട്ട് എന്തിനോ ഏറ്റുമുട്ടുകയായിരുന്നു. സുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്ക് പറ്റി അവശനിലയിലായിരുന്നു. അവരെ ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ താമസിയാതെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊല്ലം ഗണപതി കോവിലിൽ നിന്നും കളവ് പോയിട്ടുള്ള ഇറിഡിയം പവറുള്ള ഗണേശ വിഗ്രഹത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ്. വിലമതിക്കാനാവാത്ത ഈ വിഗ്രഹത്തിന്റെ മതിപ്പ് അറിയാവുന്ന ഇമ്രാൻഖാൻ വിഗ്രഹം നഷ്ടപ്പെടാതിരിക്കുവാനും ഇമ്രാനെയും ടീമിനെ ഫോളോ ചെയ്യാതിരിക്കുവാനും വിഗ്രഹം സേഫ് ആക്കാനുമാണ് ഇമ്രാന്റെ കൂട്ടത്തിലുള്ള ഡിനോവ ക്രിസ്റ്റി എന്ന ആളിനെ കൊണ്ട് ഫിറോസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ ശക്തമായ സംശയം. ഫിറോസിന്റെ
കൂട്ടാളിയായിട്ടുള്ള ചാർലി വെയിൻ കട്ടായി രക്തം വാർന്നു കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫിറോസിന്റെ മറ്റൊരു കൂട്ടാളിയായിട്ടുള്ള ചന്തുവിനെ ഇതേ പ്രതികൾ വാഹനം ഇടിച്ചിടുകയും അതേ വാഹനം അയാളുടെ മുകളിലൂടെ കയറ്റിയിറക്കുകയും ചെയ്തതിൽ വെച്ച് ഗുരുതര പരിക്കുകളോടെ അയാൾ ഇവിടെ ICUവിലാണ്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം. പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ താമസിയാതെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികൾക്ക് കൂട്ടുനിന്ന് സഹായിച്ച ഫിറോസിനെയും ടീമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വഴികളിൽ തുണയേകിട ആരിനി വന്നിടും ഇരുളിൻ മറകൾ നീക്കിടാ. ചാർലി പോയിട്ടില്ല. അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്.